പ്രസാദ് നമുക്കൊപ്പമുണ്ട്. ടി.വി. പ്രസാദ്, ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിൽ നിർണായകമായ വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. വിചാരണ കോടതി വിധി ശരിവെക്കുകയാണ്. 12 പ്രതികളുടെയും അപ്പീൽ തള്ളുന്നു കോടതി. ഒപ്പം കെ രമയുടെ അപ്പീലും കോടതി അനുവദിക്കുന്നില്ല. വെറുതെ വിടുന്നില്ല പ്രതികളെ എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ ഒരു വിധിയായി ഹൈക്കോടതിയിൽ നിന്ന് വരികയാണ്. ഈ കേസിന്റെ ഒരു നാൾവഴിയെക്കുറിച്ച് നേരത്തെ ശ്യാം ദേവരാജ് സൂചിപ്പിച്ച് വരികയായിരുന്നു. വിചാരണ കോടതി വിധി ശരിവെച്ച ഹൈക്കോടതി നടപടിയുടെ വിശദാംശങ്ങളിലേക്ക് ടി.വി. പ്രസാദ്. സുജയ സൂചിപ്പിച്ചതുപോലെ ഏറെ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസായിരുന്നു ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ്. 2012 മെയ് മാസം 4-ാം തീയതി രാത്രി 15-നായിരുന്നു വടകരക്കടുത്തുള്ള ഓർക്കാട്ടേരിക്കടുത്ത് വള്ളിക്കാട്ട് വെച്ച് ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്. സമീപകാല കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ കോളിളക്കമുണ്ടായ കേസ് എന്നതിലുപരി സാധാരണ അതിനു മുമ്പ് വരെ നടന്നു വരുന്ന ഒരു രീതിയെ ആ കേസോടുകൂടി ഇല്ലാതാക്കി എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനം. അതായത് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന ലിസ്റ്റ് വെച്ച് പ്രതികളെ പിടിക്കുന്ന ഒരു രീതിയായിരുന്നുവെങ്കിൽ 2012-ലെ ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തോടു കൂടി ശാസ്ത്രീയ അന്വേഷണത്തിലേക്ക് നീങ്ങുകയും കൃത്യത്തിൽ പങ്കെടുത്ത പ്രതികളെയും ഒപ്പം ഗൂഢാലോചന നടത്തിയവരെയും പിടികൂടുക എന്ന രീതിയായിരുന്നു ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉണ്ടായിരുന്നത്. വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമായിരുന്നു ടി.പി. ചന്ദ്രശേഖരൻ്റേത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായ ഒരു വധക്കേസ്. സ്വാഭാവികമായും വലിയ കോളിളക്കമുണ്ടായി, വലിയ ചർച്ചയുണ്ടായി. 2012-ൽ തന്നെ പ്രതികളെല്ലാവരും പോലീസിൻ്റെ പിടിയിലാവുകയും ചെയ്തു. പിന്നീട് വിചാരണ നടന്നു. 2014 ജനുവരി മാസത്തിലാണ് മാറാട് പ്രത്യേക കോടതിയിൽ വിചാരണയിൽ വിധി ഉണ്ടാകുന്നത്. ആ വിധി പ്രകാരമാണ് 12 പേരെ ശിക്ഷിക്കുന്നത്. കേസിലെ 1-ാം പ്രതി MC അനൂപ്, 2-ാം പ്രതി കിർമാണി മനോജ്, 3-ാം പ്രതി കൊടിസുനി, 4-ാം പ്രതി TK രജീഷ്, 5-ാം പ്രതി അണ്ണൻ സിജിത്ത്, ഷിനോജ് ഉൾപ്പെടെ വായപ്പടിച്ച് റഫീഖ്, അതുപോലെ KC രാമചന്ദ്രൻ, PK കുഞ്ഞനന്ദൻ, ലെമ്പു പ്രദീപൻ ഉൾപ്പെടെ 12 പ്രതികളെയാണ് ശിക്ഷിച്ചത്. ഇതിൽ CPM-നെ സംബന്ധിച്ച് ഏറെ നിർണായകമായത്, ഏറെ പ്രധാനപ്പെട്ടതായത് PK കുഞ്ഞനന്ദനെ ശിക്ഷിച്ചു എന്നുള്ളതാണ്. പ്രധാനമായും പ്രോസിക്യൂഷൻ 3 ഗൂഢാലോചനകളാണ് ഇതിൽ മുന്നോട്ട് വെച്ചത്. അതിലൊന്ന് പൂക്കട ഗൂഢാലോചനയായിരുന്നു. 2012 ഏപ്രിൽ മാസം പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിൽ പടയങ്കണ്ടി രവീന്ദ്രൻ്റെ പൂക്കടയിൽ വെച്ച് നടന്ന ഗൂഢാലോചന. ആ ഗൂഢാലോചനയിൽ അന്നത്തെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അംഗവും ഇന്നത്തെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായ P മോഹനൻ, അതുപോലെ പാർട്ടിയുടെ കുന്നുമ്മക്കര ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രൻ, അതുപോലെ പടയങ്കണ്ടി രവീന്ദ്രൻ, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം KK കൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു എന്നുള്ളതാണ് പ്രധാനമായും അന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത്. പക്ഷേ ആ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ അന്ന് പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയായിരുന്നു. അതുകൊണ്ടായിരുന്നു അന്ന് P മോഹനെ ശിക്ഷിക്കാതിരുന്നത്. പിന്നീട് നടന്ന ഗൂഢാലോചന ചൊക്ലിയിലെ സമീറ ക്വാർട്ടേഴ്സിലായിരുന്നു. കൊടിസുനിയും കിർമാണി മനോജും മുഹമ്മദ് ഷാഫിയും അണ്ണൻ സിജിത്തും K സിനോജും ഉൾപ്പെടെയുള്ള MC അനൂപും ഉൾപ്പെടെയുള്ള കൊലയാളി സംഘം നടത്തിയ ഗൂഢാലോചന. ആ ഗൂഢാലോചനയും തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഏറെ നിർണായകമായത് PK കുഞ്ഞനന്ദൻ്റെ വീട്ടിൽ വെച്ച് നടന്ന ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയാണ് തെളിയിച്ചത്. അതായത് PK കുഞ്ഞനന്ദൻ്റെ വീട്ടിലേക്ക് കൊലയാളി സംഘങ്ങൾ KC രാമചന്ദ്രൻ ഉൾപ്പെടെ എത്തുകയും KC രാമചന്ദ്രൻ അന്നാണ് അത് പാർട്ടി തീരുമാനമാണ് എന്ന് കുഞ്ഞനന്ദനെ ബോധ്യപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി ഒരു ഓപ്പറേഷൻ സിം അന്ന് കൊലയാളി സംഘവും ഗൂഢാലോചനക്കാരും എടുത്തിരുന്നു. ആ ഓപ്പറേഷൻ സിമ്മിലെ ആദ്യ കോള് KC രാമചന്ദ്രൻ്റേതായിരുന്നു. KC രാമചന്ദ്രൻ അന്ന് കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി അംഗമായ P മോഹനെ വിളിച്ചാണ് കുഞ്ഞനന്ദനെ പരിചയപ്പെടുത്തുന്നത്. സാധാരണ കേസാണെങ്കിൽ ഇടപെടാൻ പറ്റില്ല എന്നായിരുന്നു അന്ന് കുഞ്ഞനന്ദൻ പറഞ്ഞത്. പിന്നീട് ആ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മോഹനൻ ഇത് പാർട്ടി തീരുമാനമാണ് എന്ന് അറിയിക്കുകയും അങ്ങനെ കുഞ്ഞനന്ദൻ അത് സ്ഥിരീകരിക്കുകയുമാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ആ ഗൂഢാലോചന, അതായത് കുഞ്ഞനന്ദൻ്റെ വീട്ടിൽ വെച്ച് നടന്ന ഗൂഢാലോചനയാണ് ഈ കേസിൽ തെളിയിക്കപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് കാലമായി അവിടെ നിലനിന്നിരുന്ന CPM-ലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് തന്നെയാണ് വിചാരണ കോടതി കണ്ടെത്തുകയും ചെയ്തത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടി.വി. പ്രസാദ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ടി.വി. പ്രസാദ്, കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിന്യായത്തിൽ CPIM-ന്റെ രാഷ്ട്രീയ വൈരാഗ്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ടായിരുന്നു. വിധിന്യായത്തിലെ സുപ്രധാനമായ നിരീക്ഷണം അതായിരുന്നു. P മോഹനനും കാരായി രാജനും KK രാഗേഷും ഉൾപ്പെടെയുള്ള 24 പ്രതികളെ വിചാരണ കോടതി വിവിധ ഘട്ടങ്ങളിൽ വെറുതെ വിട്ടു. അതും ഇപ്പോൾ KK രമയുടെ അപ്പീൽ തള്ളുന്നതിലൂടെ ഹൈക്കോടതി അത് ശരിവെച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ശിക്ഷിക്കപ്പെട്ടതിനെതിരായ 12 പ്രതികളുടെ അപ്പീലാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPIM കുന്നുമ്മക്കര ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രൻ അടക്കമുള്ള പ്രതികളുടെ ശിക്ഷ തുടരുമെന്നുള്ള സുപ്രധാനമായ വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നത്.